ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വർണ്ണക്കാഴ്ചകളിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ കഥയിലാണെങ്കിൽ സഞ്ജുവിനെ സമീറും കിരണും ചേർന്ന് കിട്ടുന്നു. ആ സമയത്താണെങ്കിൽ സമീർ കിരണിനോട് സോറി പറയാണ്, എൻ്റെ മിസ്റ്റേക്ക് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന് പറഞ്ഞിട്ട് കിരൺ അപ്പോൾ പറയണം, നീ റൂമിലേക്ക് വന്നത് നന്നായി, അതുകൊണ്ടാണ് എനിക്ക് പ്രീതയെ രക്ഷിക്കാൻ പറ്റിയതെന്ന്. പ്രീതയാണെങ്കിൽ റൂമിലേക്ക് വരുമ്പോൾ മൊബൈൽ എടുക്കുന്നു. മൊബൈലിലാണെങ്കിൽ സൃഷ്ടിയുടെ മിസ് കോൾ കാണുന്നു. അതേസമയം സൃഷ്ടിയാണെങ്കിൽ സർലയുടെ അടുത്ത് ഓടി വന്നിട്ട് പറയുകയാണ്, ഞാൻ ഓട്ടോ വിളിച്ചിട്ട് വന്നിട്ടുണ്ടെന്ന്. പെട്ടെന്ന് തന്നെ സൃഷ്ടിയുടെ മൊബൈലിലേക്ക് പ്രീത വിളിക്കുന്നു. സർലയാണെങ്കിൽ ഫോൺ എടുക്കുകയാണ്. പ്രീതയോട് ചോദിക്കുകയാണ്, നിനക്ക് എങ്ങനെയുണ്ട്, എന്തെങ്കിലും ആപത്ത് പറ്റിയോ, നിനക്കെന്തോ പറ്റിയതുപോലെ എനിക്ക് എൻ്റെ മനസ്സ് പറയുന്നതെന്നൊക്കെ സൂചിപ്പിക്കുന്നു. പ്രീതി അപ്പോൾ പറയാണ്, നിങ്ങൾ ആരും ഒന്നുകൊണ്ടും പേടിക്കേണ്ട, എനിക്കൊരു കുഴപ്പവുമില്ല എന്ന്. സർല അപ്പോൾ പറയാണ്, എനിക്കൊരു സമാധാനവുമില്ല, നിന്നെ കണ്ടാലേ സമാധാനമാകത്തുള്ളൂ, അതുകൊണ്ട് ഞാൻ ഇപ്പം തന്നെ അങ്ങോട്ട് വരാമെന്ന് പറയുന്നു. പ്രീത പക്ഷേ സമ്മതിക്കുന്നില്ല. പ്രീത പറയുകയാണ്, എല്ലാവരും നല്ല ഉറക്കമാണ്, ഇപ്പോൾ അമ്മ വന്നാൽ എല്ലാവർക്കും ഡിസ്റ്റർബ് ആകും, എന്തിനാണ് അങ്ങനെ ഡിസ്റ്റർബ് ചെയ്യുന്നതെന്നൊക്കെ ചോദിക്കുന്നു. സൃഷ്ടിയും മുത്തശ്ശിയുമാണെങ്കിൽ അത് കേട്ടിട്ട് പറയുന്നു, ചേച്ചി പറഞ്ഞതാണ് സത്യം, നമ്മളിപ്പോൾ പോകണ്ട എന്ന് പറയുന്നു. സൃഷ്ടിയാണെങ്കിൽ പൈസ കൊടുത്തിട്ട് ഓട്ടോക്കാരനെ പറഞ്ഞു വിടാമെന്ന് പറയുകയാണ്. കിരണും സമീറുമാണെങ്കിൽ ഡോക്ടറിനെ കൊണ്ട് കിടത്തുന്നു. സമീർ ആണെങ്കിൽ കിരണിനോട് പറയാണ്, എന്നോട് ക്ഷമിക്കണം ചേട്ടാ, എൻ്റെ തെറ്റുകൊണ്ടാണ് ഇതെല്ലാം സംഭവിച്ചതെന്ന്. കിരണാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുകയാണ്. മഹേഷ് ആണെങ്കിൽ രാധികയോട് പറയാണ്, എനിക്കാണെങ്കിൽ ഒരുപാട് ടെൻഷൻ ആകുന്നുണ്ട്, എന്തൊക്കെയാണ് ഈ സംഭവിക്കുന്നതെന്ന് ഓർത്തിട്ടെന്ന്. രാധിക അപ്പോൾ പറയണ, ടെൻഷൻ ഒന്നും അടിക്കേണ്ട, സഞ്ജു എഴുന്നേൽക്കുമ്പോൾ നമുക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലാകുമെന്ന് പറയുന്നു. പ്രീതിയാണെങ്കിൽ അമ്മ പറഞ്ഞ കാര്യമൊക്കെ ഓർത്ത് വിഷമിച്ചിരിക്കുകയാണ്. ആ സമയത്ത് കിരൺ അവിടേക്ക് വരുന്നു. എന്ത് പറ്റിയെന്ന് ചോദിക്കുന്നു. കിരണിനോടാണെങ്കിൽ പ്രീത അമ്മ വിളിച്ച കാര്യമൊക്കെ പറയുകയാണ്. അപ്പോൾ കിരൺ ചോദിക്കുകയാണ്, അമ്മയോട് ആരായി ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞതെന്ന്. പ്രീത പറയാണ്, ആരും പറഞ്ഞതല്ല, അമ്മയ്ക്ക് സ്വയം തോന്നിയതാണെന്ന്. മക്കൾക്ക് എന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ അത് അമ്മമാർക്ക് മനസ്സിലാകുമെന്നൊക്കെ പറയുന്നു. കിരൺ അപ്പോൾ കിരണിനും അങ്ങനെ ഉണ്ടായ അനുഭവത്തെക്കുറിച്ചൊക്കെ പറയാണ്. പ്രീത പറയാണ്, അമ്മയോടാണെങ്കിൽ ഞാൻ ഷേർലിനെ കുറിച്ച് എല്ലാ കാര്യങ്ങളും പറയാൻ പോവുകയാണെന്ന്. കിരൺ ആണെങ്കിലും ആദ്യം സമ്മതിക്കുന്നില്ല, പിന്നീട് പറഞ്ഞോളാൻ പറയുന്നു. കിരൺ പറയാണ്, പ്രീത ചിരിക്കുമ്പോൾ കാണാൻ നല്ല ക്യൂട്ടാണെന്ന്, അതുകൊണ്ട് ഇനി എപ്പോഴും ചിരിച്ചുകൊണ്ടൊന്നും ഇരിക്കരുതെന്നൊക്കെ പറയാണ്. കിരൺ ആണെങ്കിൽ റൂമിൽ നിന്നും പോകാൻ തുടങ്ങുന്നു. പ്രീതയോട് പറയാണ്, ഒട്ടും പേടിക്കേണ്ട, ഞാൻ തൊട്ടപ്പുറത്ത് തന്നെ ഉണ്ടെന്ന്. വാതിലൊക്കെ അടച്ചിട്ട് കിടന്നോണം, അപ്പുറത്ത് സഞ്ജു ഉണ്ടെന്ന് പറയുന്നു. പ്രീതി അപ്പോൾ പറയാണ്, ഞാൻ എന്തിനാണ് പേടിക്കുന്നത്, നീ ഉണ്ടല്ലോ എന്നെ രക്ഷിക്കാനെന്ന്. കിരൺ ആണെങ്കിൽ പ്രീതയ്ക്ക് വാക്ക് കൊടുക്കുകയാണ്, നിനക്കൊന്നും സംഭവിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല, ലോകത്തിൻ്റെ ഏത് കോണിലായാലും ഈ സൗഹൃദം കൂടെ ഉണ്ടായിരിക്കുമെന്ന് പറയുന്നു. രണ്ടുപേരുമാണെങ്കിൽ പരസ്പരം മറന്ന് കണ്ണിൽ നോക്കി നിൽക്കുന്നു. പ്രീതിയാണെങ്കിൽ കിരണിനോട് പറയാണ്, നമ്മളെല്ലാ സത്യങ്ങളും ഇവിടെ പറയേണ്ടതായിരുന്നുവെന്ന്. കിരൺ അപ്പോൾ പറയാണ്, ഒരു സത്യവും തൽക്കാലം പറയേണ്ട, രാവിലെ ആണെങ്കിൽ സഞ്ജു എഴുന്നേക്കും, അവൻ തന്നെ എല്ലാ കാര്യങ്ങളും പറയട്ടെ, അവനെ ഇങ്ങോട്ട് ആരാ വിട്ടതെന്നൊക്കെ അവൻ തന്നെ പറയണമെന്ന് പറയുന്നു. അവർ സംസാരിക്കുന്നത് കേട്ടുകൊണ്ട് രോഹിത് അങ്ങോട്ട് വരികയാണ്. രോഹിത് ചോദിക്കുകയാണ്, നിങ്ങൾ എന്ത് സത്യങ്ങളാണ് മറച്ചു വെച്ചതെന്ന്. കിരൺ പറയാണ്, ഒന്നുമില്ല എന്ന്. പക്ഷെ രോഹിത് പറയുന്നു, എനിക്കറിയാം നിങ്ങൾ കള്ളം പറയുകയാണെന്ന്, ശരിക്കും പറഞ്ഞാൽ ഡോക്ടറിനെ അല്ലേ ആ സഞ്ജു തട്ടിക്കൊണ്ട് പോകാൻ ശ്രമിച്ചത്, അല്ലാതെ പ്രീതിയല്ല, അതെനിക്ക് മനസ്സിലായെന്നൊക്കെ പറയുന്നു. കിരൺ ആണെങ്കിൽ വീണ്ടും അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്നൊക്കെ പറയാൻ ശ്രമിക്കുന്നുണ്ട്. രോഹിത് പക്ഷേ കിരണിൻ്റെ വാക്കുകളൊന്നും കേൾക്കാൻ തയ്യാറാകുന്നില്ല. പ്രീതിയോട് പറയാണ്, പ്രീതയെങ്കിലും സത്യം പറയണം, എന്താണ് നടന്നതെന്ന്, ഞാൻ അത്രയ്ക്ക് മന്ദബുദ്ധിയൊന്നുമല്ല, എനിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാകുമെന്ന് പറയുന്നു. പ്രീതി അപ്പോൾ പറയാണ്, ഞാൻ പറയാൻ പോവുകയാണെന്ന്, എന്തായാലും രോഹിത്തേട്ടൻ എല്ലാ കാര്യങ്ങളും അറിയണം, രോഹിത്തേട്ടൻ അവകാശമുണ്ട് അതിനെന്നൊക്കെ പറയാണ്. കിരണാണെങ്കിൽ തെളിവ് കിട്ടാതെ ഒന്നും പറയരുതെന്നും പറഞ്ഞ് പ്രീതിയെ തടയുന്നുണ്ട്. പക്ഷെ പ്രീതിയാണെങ്കിൽ പറയണം തന്നെ ഉറച്ചു നിൽക്കുന്നു. പ്രീതയാണെങ്കിൽ രോഹിത്തിനോട് പറയാണ്, ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യത്തിന് ശരിയായ തെളിവ് കിട്ടിയില്ല, ഞാനും കിരണും അതിനുവേണ്ടി ശ്രമിക്കുകയായിരുന്നു, പക്ഷേ നടന്നില്ല, അതുകൊണ്ടാണ് പറയാഞ്ഞതെന്ന്. പ്രീതയാണെങ്കിൽ മനസ്സിൽ വിചാരിക്കുകയാണ്, ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം നിങ്ങളോട് ഇപ്പോൾ പറഞ്ഞാൽ നിങ്ങൾ ശരിക്കും തകർന്നു പോകുമെന്ന്. ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു. പുതിയ കഥയുമായി വീണ്ടും കാണാം. താങ്ക്